ശ്രീ പി വി അൻവർ, സ്വാഗതം. എന്താണ് ഈ മണിക്കൂറിലെ അങ്ങയുടെ പ്രതീക്ഷ? സ്വാഗതം. എല്ലാ മണിക്കൂറിലും ഒരേ പ്രതീക്ഷയാണ്. തെരഞ്ഞെടുപ്പ് തുടങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാനൊരു 25,000 വോട്ട് പിടിക്കാൻ കഴിയും, അതിങ്ങനെ നോക്കിയാൽ കാണുമെന്ന് പറഞ്ഞിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങിയിരുന്നത്. ഇപ്പോൾ നമുക്ക് എന്തായാലും ജയിക്കാൻ കഴിയും എന്നുള്ള ഉറപ്പിലാണ്. ഇന്നലെയും ഇന്നുമായിട്ട് നമ്മുടെ ഒരു സർവേ ടീം നടത്തിയ കൃത്യമായ സർവേ റിപ്പോർട്ട്, വോട്ട് ചെയ്ത ആളുകളെ കണ്ട് സംസാരിച്ച് കൃത്യമായ ഒരു വാർഡിൽ 25 ആളെ വെച്ചാൽ കണ്ടിരുന്നത്. അങ്ങനെ മുഴുവൻ വാർഡുകളിലെയും ആളെ കണ്ട റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അത് വളരെ പ്രതീക്ഷാ നിർഭരമാണ്. സ്ത്രീകളും ചെറുപ്പക്കാരും ബ്ലോക്കായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് പി വി അൻവർ, ഈ സർവേയിൽ പറയുന്നത് ഒരു വോട്ട് പോലും പോയിട്ടില്ല. 25,000 മുകളിലേക്കും പോകുമെന്നാണോ? വിജയസാധ്യത ഈ 25,000 എവിടെ നിന്ന് കിട്ടിയതാ? 25,000 ഞാൻ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ 25,000 വോട്ട് എനിക്ക് നോക്കിയാൽ കാണാമെന്ന് ഞാൻ പറഞ്ഞത് നോമിനേഷൻ കൊടുത്തതിൻ്റെ പിറ്റേ ദിവസമാണ്. പിന്നെ ഇപ്പോൾ ഈ അവസാന ഘട്ടത്തിൽ 25,000 ആരാണ് ഉണ്ടാക്കിയതെന്ന് എനിക്കറിയില്ല. TMCയുടെ കേന്ദ്രങ്ങളിൽ അങ്ങനെ കിട്ടി എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ പിന്നെ അതിന് സംസാരിക്കാൻ നിന്നിട്ടില്ല. ഇന്നലെയും ഇന്നുമായിട്ട് ഫീൽഡിൽ കൃത്യമായ സർവേ നമ്മൾ നടത്തിയതാണ്. ഒരു വാർഡിൽ 25 ആളെ വെച്ച് കാണും. കനകോലൊന്നുമല്ലേ, നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യന്മാർ നടത്തിയ സർവേ. ആ സർവേയിൽ അപ്പോൾ അതിൽ ഏറ്റവും സന്തോഷകരമായൊരു സംഗതി, മലയോര കർഷകർ, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി 90% വോട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് കൃത്യമായി പറയുന്നത്. പിന്നെ സ്ത്രീകൾ, യുവാക്കൾ, എല്ലാവരും രാഷ്ട്രീയം മറന്ന നമ്മൾ പറയുന്ന ഈ എക്സിസ്റ്റൻസ്, ഈ അനിമൽ അറ്റാക്ക്, അതോടൊപ്പം ഈ ജില്ലയിൽ മനുഷ്യരനുഭവപ്പെട്ട പോലീസിൻ്റെ ക്രൂരത, ഇവിടുത്തെ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വളരെ ഗൗരവത്തിലെടുത്ത് നിങ്ങൾ ജയിക്കും എന്ന് തന്നെയാണ്. അങ്ങേക്ക് ഏത് പഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചിട്ടുള്ളത് കണക്കുകൂട്ടലിൽ? നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പഞ്ചായത്ത് മാത്രമല്ല. ഇപ്പോൾ വഴിക്കടവ് പഞ്ചായത്ത് പറയുമ്പോൾ വഴിക്കടവ് പഞ്ചായത്തിൽ 30,000 വോട്ടുണ്ട് ചെയ്തത്, 29,900 സംതിങ്. 2 പഞ്ചായത്തിലാളാ. പോത്തുകൽ കരുളായി പഞ്ചായത്തിൽ 16,000 15,000 വോട്ടാണ് ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വഴിക്കടവ് പഞ്ചായത്ത് എന്ന് പറയുന്നത് 2.25 പഞ്ചായത്തിൻ്റെ ജനമുണ്ട്. ആ ജനത്തിനനുസരിച്ചായിരിക്കും വോട്ട് കൂടുതൽ വരിക. അവിടെ CPM പറയുന്ന അങ്ങേക്ക് 1236 വോട്ടുകൾ കിട്ടുമെന്നാണ് CPMന്റെ കണക്കൂട്ടൽ. അതൊരു പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി, നാളെ കഴിഞ്ഞാൽ അതേപോലെ അവർക്ക് പള്ളിയിൽ പോയി പറയാത്. ഇവിടെ നാട്ടിലങ്ങനെ പ്രയോഗമുണ്ട്, പള്ളിയിൽ പോയി പറയാന്ന്. കാരണം പള്ളിയിൽ പോയി പറഞ്ഞാൽ ആരും മറുപടി പറയണ്ടാവില്ലല്ലോ. അതേപോലെ തന്നെ നഗരസഭയിലും കൂടി ഞാൻ ചോദിച്ചോട്ടെ, നഗരസഭയിൽ അങ്ങേക്ക് കിട്ടാൻ പോകുന്ന എന്ന് പറയുന്നത് 802 വോട്ടുകളാണത്രേ. 802 വോട്ടാണത്രേ കിട്ടിയിരിക്കുന്നത്. അങ്ങ് നഗരസഭയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതാണല്ലോ മുൻപ്. അതും പള്ളിയിലായിരിക്കും അല്ലേ? അല്ല, എന്തായാലും വഴിക്കടവിലെ കാര്യം പള്ളിയിൽ പറയുന്നുണ്ട്. ഇത് അമ്പലത്തിൽ പറയട്ടെ, അടുത്ത ചർച്ചിൽ പറയട്ടെ. ശരി, മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ. കഥയുണ്ടോ? ഒരു കാര്യം ചോദിച്ചോട്ടെ. ശരി, 1ാം സ്ഥാനത്തേക്ക് എത്തുന്നുള്ള താങ്കളുടെ ആത്മവിശ്വാസം 2ാം സ്ഥാനത്ത് ആരായിരിക്കും? അല്ല, 2ാം സ്ഥാനത്ത് ആരായിരിക്കും എന്നുള്ളതിൽ എനിക്ക് ആദ്യം ഒരു തർക്കം ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ 9 മണിക്കൂർ പ്രസ് മീറ്റ് വിളിച്ചിട്ടുണ്ട്, ഇപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അനിത സാധാരണമായ ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് ഈ സർവേയുടെ ഭാഗമായിട്ട്. ആ കാര്യങ്ങൾ അപ്പോൾ പറയൂ. സസ്പെൻസ് ആണോ? ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം 9 മണിക്ക് പ്രസ് മീറ്റ് വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അത് സസ്പെൻസ് ആണോ ചോദിച്ചാൽ നമ്മളത് എക്സ്പെക്റ്റ് ചെയ്തൊരു സംഗതിയാണ്. അതിൻ്റെ പിന്നാലെ നമ്മൾ ആളുകളുണ്ടായിരുന്നു. അതിപ്പോൾ കൺഫേം ചെയ്ത് വന്നിരിക്കുന്നു. അത് അറിയിക്കേണ്ട ഒരു വിഷയമാണ്. മുനിസിപ്പാലിറ്റിയിൽ 802 വോട്ട്. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇപ്പോൾ 802 വോട്ടാണല്ലോ CPM എനിക്ക് ഈ പറയുന്ന മുനിസിപ്പാലിറ്റി തന്നിട്ടുള്ളത്. ഞാൻ 2016 MLA ആയി വരുമ്പോൾ 4 വാർഡാണുള്ളത് അവർക്ക്. 4 വാർഡ്, 12 വാർഡ് കൗൺസിലർമാർ മുസ്ലിം ലീഗായിരുന്നു. 2016 കഴിഞ്ഞ് 19 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 9,000 ചില്ലാനം വീട് PV അൻവർ കയറിയിട്ടുണ്ട്. എന്താ പറയുക, മുനിസിപ്പാലിറ്റിയിൽ 9,000 ചില്ലാനം വീട് കാൽനടയായിട്ട് ഒരു ദിവസം 600-700 വീട് ഞാൻ കയറിയിട്ടുണ്ട്. അങ്ങനെയാണ് ആ മുനിസിപ്പാലിറ്റി തിരിച്ചു പിടിച്ച് ഈ 4 നിന്ന് 19-ലേക്കോ 21-ലേക്കോ പോയത്. ഇപ്പം അവരുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം എന്ന് പറയുന്നുണ്ട് അമരമ്പലം. ഞാൻ വന്നതിന് ശേഷമാണ് ആ പഞ്ചായത്ത് കിട്ടിയിട്ടുള്ളത്.
ഒരു കാലത്തും CPM-ന് കിട്ടിയിട്ടില്ല. എന്താ ഈ പറയുന്നത്? എന്താ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ നമുക്ക് നാളെ കാണാന്നേ. PV അൻവർ പോയിട്ട് രോമം പോയിട്ടില്ല എന്ന് പറഞ്ഞു. നാളെ തലയെ മൊട്ടടിക്കും അവരെ. ശ്രീ PV അൻവർ പിണറായിന്റെ തല മൊട്ടടിക്കുന്ന ദിവസാ നാളെ. ആര് മുട്ടയടിക്കുമെന്നാണ് പറഞ്ഞത്? പിണറായിയുടെ തല. പറഞ്ഞോളൂ. ശ്രീ PV അൻവർ, അതായത് PV അൻവർ പോയിട്ട് അല്ലല്ല, ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ഞാൻ അഹങ്കാരം പറയാൻ തോന്നരുത്, അതുകൊണ്ടാണ് പറയട്ടെ എന്ന് പറയുന്നത്. PV അൻവർ പോയിട്ട് ഒരു രോമം പോയിട്ടില്ല എന്ന് പറഞ്ഞത് പാർട്ടിയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറിയാണ്. മനസ്സിലായില്ലേ? നാളെ ആ പറഞ്ഞവരുടെ തല മൊട്ടയടിക്കുന്ന ദിവസമാണ് സഖാക്കൾ നിലമ്പൂരിൽ. സഖാക്കളാണ് മൊട്ടയടിക്കുന്നത്. സഖാക്കൾ മുട്ടയടിക്കണമെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കണ്ടേ? അപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് നല്ല സ്ഥാനാർത്ഥി അല്ല എന്ന് പറഞ്ഞ താങ്കൾ അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ വേണ്ടി അപ്പോൾ വളമിട്ട് കൊടുക്കുകയായിരുന്നു. ഷൗക്കത്ത് ജയിക്കുന്നില്ലല്ലോ. ഷൗക്കത്ത് എവിടെ ജയിക്കാനാ? PV അൻവറാ ജയിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങളും പിണറായിസവും തമ്മിൽ ഏറ്റുമുട്ടലാണ്. ജനവിരുദ്ധരായ സ്ഥാനാർത്ഥികളും ജനകീയ സ്ഥാനാർത്ഥിയും തമ്മിൽ ഏറ്റുമുട്ടലാണ്. ഇവിടെ രാഷ്ട്രീയം മാറ്റിവെക്കും. ജനങ്ങളുടെ എക്സിസ്റ്റൻസിൻ്റെ പ്രശ്നമാണ്. ആ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ നാട്ടിൽ വോട്ട് ചെയ്യേണ്ട വോട്ടർമാരാണ്. വിരുന്നുകാർ 17-ാം തീയതി തിരിച്ചു പോകുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ആ മന്ത്രിമാരും MLA-മാരും MP-മാരും കേന്ദ്രമന്ത്രിമാരും അന്യസംസ്ഥാന മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും എല്ലാം പോയി. ഇപ്പോൾ PV അൻവറും ജനങ്ങളെ ബാക്കിയുള്ളൂ. അവർക്ക് ആ തീരുമാനം 18-ാം തീയതി എടുക്കാൻ പറ്റും. അത് എടുത്തിട്ടുണ്ട്. 19-ാം തീയതി വോട്ട് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് നോക്കാന്നേ.